ഹലോ, നമസ്കാരം. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത നീക്കവുമായി റഷ്യ രംഗത്തെത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഇറാന് സഹായവുമായി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പിക്കുകയാണ് റഷ്യ. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിക്ക് ഈ ഉറപ്പ് നൽകിയത്. ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശവും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പുടിന് കൈമാറിയിട്ടുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സൈനിക നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് പുടിൻ വിമർശിച്ചത്. ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ന്യായീകരണമില്ല എന്ന് പുടിൻ പറഞ്ഞു. ഇറാൻ ജനതയെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും പുടിൻ വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേൽ അമേരിക്ക നീക്കങ്ങളെ വീണ്ടും വിമർശിച്ച് ചൈനയും രംഗത്തെത്തി. പുടിന്റെ നിർണായക പരാമർശം വന്നതിന് പിന്നാലെ അമേരിക്ക സമവായ നീക്കവുമായി രംഗത്തു വരുന്നു എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇറാനുമായി നയതന്ത്ര ചർച്ച ഇനിയും സാധ്യമാണ് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയ ഇറാനിലെ ആണവ കേന്ദ്രമായ ഫോർദോയിൽ ഇസ്രയേലും മിസൈൽ ആക്രമണം നടത്തി. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ചേരിതിരിഞ്ഞുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും റഷ്യയുടെ നീക്കം അത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറാന് സൈനിക സഹായവുമായി റഷ്യ രംഗത്തെത്തും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പുടിനും അബ്ബാസ് അരാഗ്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എത്തുന്നത്. ഇക്കാര്യത്തിൽ റഷ്യ ഉറപ്പ് നൽകിയെന്നും ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, റഷ്യയുടെ സൈനിക സഹായം ആവശ്യപ്പെട്ട് തന്നെയാണ് ആയത്തുള്ള അലി ഖൊമേനിയുടെ കത്ത് എന്നാണ് സൂചന. അതിനോട് വളരെ പോസിറ്റീവായാണ് പുടിൻ പ്രതികരിച്ചത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടലാണ് പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വളരെ അപകടകരമായ ഒന്നാണ് അത് എന്നാണ് പുടിൻ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് റഷ്യ നൽകിയിരുന്നു. അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിക്കരുത് എന്നും ഇസ്രായേലിന് സൈനിക സഹായം നൽകരുത് എന്നുമൊക്കെയാണ് റഷ്യ അന്ന് ആവശ്യപ്പെട്ടത്. അതൊരു മുന്നറിയിപ്പിന്റെ രൂപത്തിലുള്ള ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ ഉണ്ടായാൽ റഷ്യ ഇറാന് വേണ്ടി രംഗത്തിറങ്ങുമെന്നുള്ള സൂചനയും അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ച് അമേരിക്ക ഇറാന്റെ 3 ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതിയാണ് വന്നത്. അമേരിക്കയുടെ ഈ നീക്കം വലിയ രീതിയിൽ റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പുടിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, റഷ്യയുടെ തന്ത്രപരമായ പങ്കാളിയാണ് ഇറാൻ. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇറാന്റെ ആണവോർജ നിലയങ്ങളിൽ റഷ്യൻ ശാസ്ത്രജ്ഞർ ജോലി ചെയ്യുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറുന്നുണ്ട്. അതായത് അത്രത്തോളം അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും. സിറിയയിൽ അസദ് ഭരണകൂടം തകർന്നതോടെ റഷ്യയ്ക്ക് പശ്ചിമേഷ്യയിൽ ഉള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളെല്ലാം റഷ്യയ്ക്ക് സുഹൃത്ത് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇത്ര അടുത്ത് ഊഷ്മളമായ ഒരു ബന്ധം ഇല്ല. ഇറാനുമായി ഉള്ളതുപോലൊരു ഊഷ്മളമായ ബന്ധം ഗൾഫ് രാജ്യങ്ങളുമായി റഷ്യയ്ക്ക് ഇല്ല. എന്നാൽ റഷ്യയും ഇറാനും തമ്മിൽ സൈനിക സഹകരണത്തിന് നിലവിൽ കരാറില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ അതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുക്രൈനുമായുള്ള യുദ്ധവും ട്രംപുമായുള്ള സൗഹൃദവുമാണ് ഇറാനു വേണ്ടി ഇറങ്ങാൻ റഷ്യയ്ക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ. പക്ഷേ പശ്ചിമേഷ്യയിലെ താല്പര്യം പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥ റഷ്യയ്ക്ക് മുന്നിലുണ്ട്. മാത്രമല്ല, ആയത്തുള്ള ഖൊമേനിയെ പോലുള്ള നേതാവിൻ്റെ അഭ്യർത്ഥനയെ പുടിന് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇറാൻ സഹായം ആവശ്യപ്പെട്ടാൽ നൽകുമെന്നാണ് നേരത്തെ തന്നെ പുടിൻ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഇറാൻ സഹായം ആവശ്യപ്പെട്ടു എങ്കിൽ അത് നൽകാൻ റഷ്യ ബാധ്യസ്ഥരാണ് എന്നുള്ള സൂചനയാണ് പുടിൻ നൽകിയിരിക്കുന്നത്. ചൈനയുടെ നിലപാടും എന്ത് എന്നുള്ളത് പ്രസക്തമാണ്. അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കത്തെ വിമർശിച്ച് രംഗത്ത് വന്നെങ്കിലും സൈനിക സഹായത്തിലേക്ക്, അതായത് ഇറാന് സൈനിക സഹായം നൽകുന്ന കാര്യത്തിലേക്ക് ചൈന നീങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു രാജ്യത്തിന് സൈനിക സഹായം നൽകിയ രീതി ചൈനയ്ക്കില്ല. പക്ഷേ ഇറാനിൽ ചൈനയ്ക്കുള്ള താല്പര്യത്തിന് വലിയ തലങ്ങളുണ്ട്. ചൈനീസ് സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇറാനിൻ്റെ ആയുധ നിർമ്മാണം നടക്കുന്നത്. ഒപ്പം ഇറാനിൽ നിന്ന് വൻതോതിൽ ചൈന ഇന്ധനവും വാങ്ങുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ചൈനയ്ക്കുള്ള നിർണായക പങ്കാളിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ. അതൊക്കെ കൊണ്ട് തന്നെ ചൈനയുടെ നീക്കം എന്ത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഉത്തര കൊറിയയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുടിൻ നിർദ്ദേശിച്ചാൽ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും ഉത്തര കൊറിയയും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുടിൻ്റെ തീരുമാനം തന്നെയാണ് നിർണായകമാവുക. ഉത്തര കൊറിയ സൈനിക നീക്കത്തിൽ പങ്കാളിയാകുമോ, ചൈന ആയുധങ്ങൾ ഇറാന് കൈമാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു.
അതിനിടെ ഇറാനിൽ ആയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്ക് വേഗം കൂടിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. റോയിറ്റേഴ്സിനെ പോലുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഖൊമേനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ പിൻഗാമിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ സജീവമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ അലി ഖൊമേനിയുടെ മകനായ മുസ്തഫ ഖൊമേനിയെ പിൻഗാമിയായി തീരുമാനിച്ചു എന്ന് മാസങ്ങൾക്ക് മുമ്പ് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് ശരിയല്ല എന്നും ഈ മുസ്തഫയും പരിഗണനയിൽ ഉണ്ട് എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പിൻഗാമിയെ തീരുമാനിക്കാൻ 3 അംഗ പുരോഹിത സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അലി ഖൊമേനി. മകനായ മുസ്തഫയെ കൂടാതെ ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ ചെറുമകൻ ഹസൻ ഖൊമേനിയും പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പൗരോഹിത്യ കാര്യങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളും ഭാഗികമായി മാത്രമേ ശരിയാകാറുള്ളൂ, ചിലത് വളരെ തെറ്റായിട്ട് മാറാറുണ്ട് എന്നുള്ള കാര്യവും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച അമേരിക്കയ്ക്ക് മറുപടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ ഇന്ന് ആവർത്തിച്ചു വ്യക്തമാക്കി. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലേക്ക് വന്ന എണ്ണ ടാങ്കറുകൾ അടങ്ങിയ 3 കപ്പലുകൾ വഴിതിരിച്ചുവിട്ടു. കപ്പൽപാത പൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് ഇത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ചെങ്കടലിൽ കനത്ത ആക്രമണം നടത്തുമെന്ന ഹൂതികളുടെ ഭീഷണിയും മറുവശത്തുണ്ട്. ഇതിനിടെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും മറ്റും ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ആണവ നിലയമായ ഫോർദോയിലേക്കുള്ള റോഡ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രയേൽ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഫോർദോയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റും വെച്ച് പുറത്തു വരുന്നത്. പക്ഷേ ഇക്കാര്യം ഇറാൻ വീണ്ടും തള്ളുകയാണ്. അതിനിടെ ഇറാനും ആക്രമണം തുടരുകയാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഉൾക്കൊള്ളുന്ന ഖൊമർ ഷെഹർ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ കനത്ത നാശം വിതച്ചുവെന്ന് ഇറാനും പറയുന്നു. എന്തായാലും റഷ്യ രംഗത്തെത്തുന്നത് ഇറാനെ സംബന്ധിച്ചു വലിയ കരുത്താണ്. ആയുധ സഹകരണവുമായി ഒരുപക്ഷെ ചൈനയും സഹായിച്ചേക്കാം. ഒപ്പം ഉത്തര കൊറിയയും നിർണായക റോൾ ഈ വിഷയത്തിൽ വഹിക്കുമെന്നും അന്താരാഷ്ട്ര രംഗം നിരീക്ഷിക്കുന്നവർ വിലയിരുത്തുന്നുണ്ട്. ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇപ്പോൾ ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 2 ഭാഗത്തും ആൾനാശവും പരിക്കുമൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് മേഖലയ്ക്ക് സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.